പാറശാല താലൂക്ക് ആശുപത്രിയെ അത്യാധുനിക സംവിധാനമുള്ളതാക്കി മാറ്റുമെന്ന് നാട്ടുകാർ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. ഒടുവിൽ പുതിയ ആശുപത്രി കെട്ടിടം വന്നു. മുഖ്യമന്ത്രി എത്തി ഉദ്ഘാടനവും ചെയ്തു. വലിയ ആഘോഷത്തോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങൊക്കെ നടന്നത്. പക്ഷേ അവിടുത്തെ സിസ്റ്റം അത് ഇതുവരെയും ശരിയായിട്ടില്ല. കുഞ്ഞുങ്ങൾ പോലും നിലത്തിരിക്കേണ്ട അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇടപെട്ട് കുറച്ച് കസേരകളെങ്കിലും വാങ്ങിയിട്ട് ഈ സിസ്റ്റം ഒന്ന് ശരിയാക്കണം. 48 കോടി രൂപ മുടക്കി പാറശാലയിൽ ഒരു ആശുപത്രി പണിതു. കെട്ടിടത്തിനകത്ത് എന്തെല്ലാം സൗകര്യമുണ്ട്, ചികിത്സയ്ക്കായി എത്തുന്ന ഒരാൾക്ക് എന്തെല്ലാം ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, പോയി നോക്കാം. അതായത് 3-4 മുറികളിലൊഴികെ ഒരിടത്തും പ്രവർത്തന സജ്ജം എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയില്ല. ബാക്കി എല്ലായിടങ്ങളിലും ഇതുപോലെ കാലിയായ മുറികളാണ്. ഇരിക്കാൻ കസേര വരെ ഇല്ലായിരുന്നു. നമ്മൾ അവിടെ തറയിൽ തന്നെ ഇരുന്നത്. ടോക്കൺ വന്ന് 250 ടോക്കൺ വരെ കൊടുത്തിരുന്നു. അത് ആ സമയം വരെ നമ്മൾ തറയിലിരുന്നു. 10-11 മണിക്ക് വന്നത് ഒരു മണി വരെ ഇരുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ അത്യാധുനിക സംവിധാനമുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ഡയാലിസിസ് യൂണിറ്റുകളുമെല്ലാം പാറശാല ആശുപത്രിയിലുണ്ട്. അതിൻ്റെ അവസ്ഥ കൂടി ഒന്ന് കാണാം. ഇങ്ങനെ കുത്തനെയുള്ള പടികൾ കയറി വരാതെ രോഗികൾക്ക് സൗകര്യപ്രദമായി ലിഫ്റ്റൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ലിഫ്റ്റിൻ്റെ അവസ്ഥ ഇതാണ്, ഒന്നും പ്രവർത്തിക്കില്ല. ഒരു മൂത്രപ്പര പോലും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ഒരു അസുഖമില്ലാതായി ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് വിടുന്നത്. നേരിട്ട് പോയാൽ ഇതിനൊക്കെ കേടാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ കോളേജിലാണ് വിടുന്നത്. അവിടെ ചികിത്സിക്കാനോ കടത്താനോ ഉള്ള സൗകര്യം അവിടെ ഇല്ല. സുന്ദരമായി ഇങ്ങനെ പണിതീർത്ത ഒരു കെട്ടിടം ഇവിടെ കിടക്കുമ്പോഴാണ് പാവപ്പെട്ട ആളുകൾ ഇതുപോലെ ക്യൂ നിൽക്കേണ്ടി വരുന്നത്. തിരക്കി കടം കഴിഞ്ഞു, പക്ഷേ മറ്റത്തരത്തിലെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഒരുപാട് രൂപ മുടക്കി പണിത ആശുപത്രിയല്ലേ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നതല്ലേ, നല്ല കെട്ടിടമല്ലേ, ഇങ്ങനെയൊന്നും വിചാരിച്ച് ഇവിടേക്ക് ആരും ചികിത്സയ്ക്ക് എത്തേണ്ടതില്ല. കാരണം ഈ കെട്ടിടം കാലിയാണ്. അനൂപിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.